ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ശതമാനമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ മുന്നേ 3 വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. SCERT ടെക്സ്റ്റ് ബുക്കിലെ 6ാം ക്ലാസ്സിലെ 100-ൽ-എത്ര എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ശതമാനത്തിൻ്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. ശതമാനത്തിൻ്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. 25%. ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതുമ്പോൾ 25% എന്ന് പറയുമ്പോൾ 25/100. അത് വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/4 കിട്ടും. അപ്പോൾ 25% എന്ന് പറയുന്നത് 1/4. അടുത്തത് 12.1/2%. 12.1/2%. ഇത് മിശ്ര ഭിന്നമാണ്. ഇതിനെ നമ്മൾ വിഷമ ഭിന്നമാക്കണം. അപ്പോൾ 12.1/2 എന്നുള്ളതിന് 25/2% എന്ന് എഴുതാം. 25/2%. അപ്പോൾ 25/2% എന്ന് പറയുമ്പോൾ 25/2 ഇൻറ്റു 1/100. അപ്പോൾ അത് ചെറുതാക്കുമ്പോൾ 1/8 എന്ന് കിട്ടും. അപ്പോൾ 12.1/2% ഈക്വൽ ടു 1/8. അതാണ് അതിൻ്റെ ഭിന്നസംഖ്യാരൂപം. അടുത്തത് 33.1/3%. മിശ്രഭിന്നമാണ്. അതിനെ ആദ്യം വിഷമഭിന്നമാക്കണം. 33.1/3 വിഷമഭിന്നമാക്കുമ്പോൾ 100/3% എന്ന് കിട്ടും. 100/3% എന്ന് പറഞ്ഞാൽ 100/3 ഇൻറ്റു 1/100. സോൾവ് ചെയ്യുമ്പോൾ 1/3. അപ്പം 33.1/3% എന്ന് പറഞ്ഞാൽ 1/3. അടുത്തത് 6.1/4%. ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതുമ്പോൾ 25/4%. 25/4 ഇൻറ്റു 1/100 1/16 എന്ന് കിട്ടും. അടുത്തത് 6.2/3%. 20/3%. 20/3 ഇൻറ്റു 1/100 ഈക്വൽ ടു 1/15. അടുത്തത് 8.1/3%. 25/3% ഈക്വൽ ടു 25/3 ഇൻറ്റു 1/100 1/12. അടുത്തത് 62.1/2%. വിഷമഭിന്നമാക്കുമ്പോൾ 125/2%. 125/2 ഇൻറ്റു 1/100 5/8. അടുത്തത് 16.2/3%. അതിനെ വിഷമഭിന്നമാക്കുമ്പോൾ 50/3% ഈക്വൽ ടു 50/3 ഇൻറ്റു 1/100 ഈക്വൽ ടു 1/6. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിൽ 120 കുട്ടികൾ SSLC പരീക്ഷ എഴുതി. 110 കുട്ടികൾ തുടർന്ന് പഠിക്കാൻ യോഗ്യത നേടി. പരീക്ഷ എഴുതിയവരുടെ എത്ര ഭാഗമാണ് യോഗ്യത നേടിയത്? ഒരു സ്കൂളിൽ 120 കുട്ടികൾ SSLC പരീക്ഷ എഴുതി. 110 കുട്ടികൾ തുടർന്ന് പഠിക്കാൻ യോഗ്യത നേടി. പരീക്ഷ എഴുതിയവരുടെ എത്ര ഭാഗമാണ് യോഗ്യത നേടിയത്? അപ്പോൾ യോഗ്യത നേടിയവരുടെ ശതമാനം കാണാൻ എത്ര കുട്ടികളാണ് യോഗ്യത നേടിയത്? 110. അപ്പോൾ എത്ര കുട്ടികൾ എഴുതി? 120. അപ്പോൾ 110/120 ഇൻറ്റു 100. അപ്പോൾ 275/3 ഈക്വൽ ടു 91.2/3% എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. 750 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 450 പെൺകുട്ടികൾ ഉണ്ട്. ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ? പെൺകുട്ടികളുടെ ശതമാനമാണ് കാണേണ്ടത്. ആ സ്കൂളിലെ പെൺകുട്ടികളുടെ ശതമാനം കാണാം. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം 750. 750 450 പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 450/750 ഇൻറ്റു 100 ഈക്വൽ ടു 60% പെൺകുട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ. ജമീലയുടെ ശമ്പളം കഴിഞ്ഞ മാസം 20,000 രൂപയായിരുന്നു. ഈ മാസം അത് 21,000 രൂപയായി. ശമ്പളം എത്ര ശതമാനം കൂടി? ജമീലയുടെ ശമ്പളം കഴിഞ്ഞ മാസം 20,000. ഈ മാസം അത് 21,000 കൂടി. അപ്പോൾ ശമ്പളം എത്ര ശതമാനമാണ് കൂടിയത്? കൂടിയ ശമ്പളം എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതായത് 21,000 മൈനസ് 20,000 1000. കൂടിയ ശതമാനം കാണാൻ 1000 രൂപയാണ് കൂടിയത്. അപ്പോൾ 1000 എത്ര? 21,000 രൂപയാണ് മൊത്തത്തിലായത്. അപ്പോൾ 1000/21,000 ഇൻറ്റു 100 ഈക്വൽ ടു 5%. 5%മാണ് ശമ്പളം കൂടിയത്. അടുത്ത ക്വസ്റ്റ്യൻ. 600 ഗ്രാം പഞ്ചസാരയിൽ 500 ഗ്രാം ഉപയോഗിച്ചു കഴിഞ്ഞു. എത്ര ശതമാനം മിച്ചമുണ്ട്? 600 ഗ്രാം പഞ്ചസാരയിൽ 500 ഗ്രാം ഉപയോഗിച്ചു കഴിഞ്ഞു. 100 ഗ്രാം മിച്ചമുണ്ട്. അപ്പം മിച്ചം വന്ന ശതമാനം കാണാം. 100/600 ഇൻറ്റു 100 16.2/3% എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം 10% കൂട്ടി വലിയ സമചതുരമാക്കി. പരപ്പളവ് എത്ര ശതമാനം കൂടി? പരപ്പളവ് എത്ര ശതമാനം കൂട്ടി? അതാണ് കാണേണ്ടത്. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം 10% കൂട്ടി വലിയ സമചതുരമാക്കി. അപ്പോൾ സമചതുരമാണ്. അപ്പോൾ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. x + y + xy/100% എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സമചതുരം കൊണ്ട് വശങ്ങളൊക്കെ ഈക്വൽ ആണ്. അപ്പോൾ 10 + x ഉം y ഉം 10 + 10 + 10 × 10/100
100%. അപ്പോൾ 10 പ്ലസ് 10 20, 20 പ്ലസ് 1 100/100 വരുമ്പോൾ 1 ആവും. അപ്പോൾ 20 പ്ലസ് 1 ഈക്വൽ ടു 21%. അപ്പോൾ പരപ്പളവിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 21%. അടുത്ത ക്വസ്റ്റ്യൻ, വിജയൻ്റെ ശമ്പളത്തിൻ്റെ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം. അജയൻ്റെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം കുറവാണ് വിജയൻ്റെ ശമ്പളം? വിജയൻ്റെ ശമ്പളത്തിൻ്റെ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം. അജയൻ്റെ ശമ്പളത്തിൻ്റെ എത്ര ശതമാനം കുറവാണ് വിജയൻ്റെ ശമ്പളം? അത് കാണാനുള്ള ഇക്വേഷനാണ് x/100 പ്ലസ് എക്സ് ഇൻറ്റു 100%. ഇക്വേഷൻസൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്വേഷൻ x/100 പ്ലസ് എക്സ് ഇൻറ്റു 100%. അപ്പോൾ 25, എക്സ് എന്ന് പറയുന്നത് 25ആണ്. അപ്പോൾ 25/100 പ്ലസ് 25 ഇൻറ്റു 100%. 25/125 ഇൻറ്റു 100 ഈക്വൽ ടു 20%. അടുത്ത ക്വസ്റ്റ്യൻ, 60-ൻ്റെ 40%വും 40-ൻ്റെ 60%വും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 60-ൻ്റെ 40%വും 40-ൻ്റെ 60%വും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 60-ൻ്റെ 40% എങ്ങനെ എഴുതാം? 60 ഇൻറ്റു 40/100. വ്യത്യാസമാണ് കണ്ടത്. അപ്പോൾ മൈനസ് 40-ൻ്റെ 60% പറയുമ്പോൾ 40 ഇൻറ്റു 60/100. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 60 ഇൻറ്റു 40/100 എന്ന് പറയുമ്പോൾ 24. അതുപോലെ 40 ഇൻറ്റു 60/100 24. അപ്പോൾ 24 മൈനസ് 24 0. അപ്പോൾ 60-ൻ്റെ 40%വും 40-ൻ്റെ 60% തമ്മിലുള്ള വ്യത്യാസം 0ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 20-ൻ്റെ 40%-ഓട് 50-ൻ്റെ 30% കൂട്ടിയാൽ ഏത് സംഖ്യയുടെ 50% കിട്ടും? 20-ൻ്റെ 40%-ഓടെ 50-ൻ്റെ 30% കൂട്ടിയാൽ ഏത് സംഖ്യയുടെ 50% കിട്ടും? എങ്ങനെ ഇക്വേഷനായിട്ട് എഴുതാം? 20-ൻ്റെ 40%-ഓടെ എന്നുള്ളത് നമുക്ക് 20 ഇൻറ്റു 40/100 എന്ന് എഴുതാം അല്ലേ? അതുപോലെ 50-ൻ്റെ 30% എന്നുള്ളത് 50 ഇൻറ്റു 30/100 ആണ്. അപ്പോൾ കൂട്ടിയാലാണ്. അപ്പോൾ 20-ൻ്റെ 40%-ഓടെ 50-ൻ്റെ 30% കൂട്ടിയാൽ എന്നാണ്. അപ്പോൾ 20 ഇൻറ്റു 40/100 പ്ലസ് 50 ഇൻറ്റു 30/100 ഈക്വൽ ടു ഏത് സംഖ്യയുടെ 50% കിട്ടുമെന്നാണ്. അപ്പോൾ സംഖ്യ എന്നുള്ളത് നമുക്ക് എക്സ് എന്ന് വയ്ക്കാം. ഏത് സംഖ്യയുടെ 50% കിട്ടും? അപ്പോൾ എക്സ് ഇൻറ്റു 50/100 എന്ന് എഴുതാം. ഈക്വൽ ടു എക്സ് ഇൻറ്റു 50/100. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 20 ഇൻറ്റു 40/100 എന്ന് പറയുമ്പോൾ 0 പറ്റുമ്പോൾ 8, 24 പ്ലസ് 50 ഇൻറ്റു 30/100 15 എന്ന് കിട്ടും. അപ്പോൾ 8 പ്ലസ് 15 ഈക്വൽ ടു എക്സ് ഇൻറ്റു 50/100 എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ എക്സ് ഇൻറ്റു 1/2. 8 പ്ലസ് 15 23. 23 ഈക്വൽ ടു എക്സ് ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ x/2. എക്സ് ഈക്വൽ ടു 23 ഇൻറ്റു 2 46. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 23% 69. സംഖ്യ ഏതാണ്? ഒരു സംഖ്യയുടെ 23% 69. അപ്പോൾ സംഖ്യ ഏതാണ്? അപ്പോൾ സംഖ്യ കാണാൻ സംഖ്യേനെ നമ്മൾ എക്സ് എന്ന് കരുതുക. അപ്പോൾ എക്സ് ഇൻറ്റു 23/100 എന്ന് പറയുന്നത് 69. അപ്പോൾ എക്സ് ഈക്വൽ ടു 69 ഇൻറ്റു 100/23 300 എന്ന് കിട്ടും. അടുത്തത്, ഒരു സംഖ്യയുടെ 10% 1.5. സംഖ്യ ഏതാണ്? അപ്പോൾ സംഖ്യ എക്സ് എന്ന് കരുതുക. എക്സിൻ്റെ 10%. അപ്പോൾ എക്സ് ഇൻറ്റു 10/100 എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10 15. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാധനത്തിൻ്റെ വില കഴിഞ്ഞ മാസം 1800 രൂപയായിരുന്നു. ഈ മാസം വില 10% കുറഞ്ഞു. ഇതിൻ്റെ 10% അടുത്ത മാസം കൂടുമെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത മാസം വില എത്രയാകും? ഒരു സാധനത്തിൻ്റെ വില കഴിഞ്ഞ മാസം 1800 രൂപയായിരുന്നു. ഈ മാസം വില 10% കുറഞ്ഞു. ഇതിൻ്റെ 10% അടുത്ത മാസം കൂടുമെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത മാസം വില എത്രയാകും? 10% കൂടിയിട്ട് 10% കുറഞ്ഞാൽ ആകെയുള്ള കുറവ് എന്ന് പറയുന്നത് 10² ഈക്വൽ ടു 1%. 1%ആണ് കുറവ് വന്നത്. ആകെയുള്ള കുറവ് എന്ന് പറയുന്നത് 1%. 1% എന്ന് പറയുമ്പോൾ 100-ന് 1% കുറയുമ്പോൾ 99%. അപ്പോൾ അടുത്ത മാസത്തെ വില കാണാൻ 1800 ഇൻറ്റു 99/100 ഈക്വൽ ടു 1782. അടുത്ത മാസത്തെ വില എന്ന് പറയുന്നത് 1782 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണൻ്റെ കയ്യിൽ 600 രൂപയുണ്ട്. അതിൻ്റെ 50% തോമസിന് കൊടുത്തു. തോമസിന് കിട്ടിയതിൻ്റെ 33.1/3% ഹംസയ്ക്ക് കൊടുത്തു. എത്ര രൂപയാണ് ഹംസയ്ക്ക് കിട്ടിയത്? കണ്ണൻ്റെ കയ്യിലുള്ള രൂപ 600 രൂപയാണ്. അതിലെ 50% തോമസിന് കൊടുത്തു. അപ്പോൾ 600-ൻ്റെ 50% എന്ന് പറയുന്നത് 300 രൂപ.
300 രൂപയുടെ 33.1/3% ഹംസയ്ക്ക് കൊടുത്തു. അപ്പോൾ 300 ഇൻറ്റു 33.1/3%. അത് കാണുമ്പോൾ 300 ഇൻറ്റു മിശ്രഭിന്നത്തെ വിഷമഭിന്നാക്കുക. 33.1/3 എന്ന് പറയുമ്പോൾ 100/3 ഇൻറ്റു ശതമാനം 1/100. അപ്പോൾ 300 ഇൻറ്റു 100/3 ഇൻറ്റു 1/100 ഈക്വൽ ടു 100. ഹംസയ്ക്ക് കിട്ടിയത് 100 രൂപയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ശതമാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത്. ശതമാനവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ്, അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്കിലെ 6ാം ക്ലാസ്സിലെ 100ൽ എത്ര എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.